ഗണേശ പൂജ പൂർത്തിയാക്കിയാണ് അടുത്ത ചടങ്ങിലേക്ക് കടന്നിരിക്കുന്നത്. ആദ്യം ഗണേശ പൂജയാണ് പൂർത്തിയായത്. അതിനുശേഷം മറ്റ് പൂജാകർമ്മങ്ങളിലേക്ക് കൂടി കടക്കുകയാണ്. ചീഫ് യജമാനൻ, മുഖ്യ യജമാനൻ അതിന്റെ ചടങ്ങുകളിൽ പങ്കെടുത്ത് കൊണ്ടിരിക്കുന്നു. RSS സർസംഘ ചാലക് മാത്രമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് അദ്ദേഹത്തോടൊപ്പം കാണാൻ കഴിയുന്നത്. RSS സർസംഘ ചാലക് അദ്ദേഹത്തോടൊപ്പമുണ്ട്. പക്ഷേ നരേന്ദ്രമോദിയാണ് ആ പൂജാ കർമ്മങ്ങൾ മുഖ്യ യജമാനൻ എന്ന നിലയിൽ പൂർത്തീകരിക്കുന്നത്. ഗണേശ പൂജ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിക്കും. അതിന്റെ പ്രധാന ചടങ്ങ് പൂർത്തിയാകും. പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായുള്ള മറ്റ് കർമ്മങ്ങൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മോഹൻ ഭഗവത്, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരെ നമുക്ക് ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റ് ഗർഭഗൃഹത്തിലേക്ക് പ്രവേശനം അനുവദിക്കപ്പെട്ടിട്ടുള്ള മറ്റുള്ളവരും ഒപ്പം ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രാൺ പ്രതിഷ്ഠയുടെ മുന്നോടിയായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആചാരങ്ങൾ വൈവിധ്യങ്ങൾ നിറഞ്ഞ ആചാരങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ സവിശേഷത. ഒരുപക്ഷെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെയുള്ള ദൃശ്യങ്ങളല്ല ഇത് എന്നുകൂടി രേണു എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പോൾ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും നമുക്കറിയാം ഷർട്ടിടാതെ പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അനുവദിക്കാത്ത ക്ഷേത്രങ്ങളുണ്ട്. जन्मभूमि हनुमंतं नागेशं शरयं तथा लक्ष्मणं वेणुतीर्थं च वन्देहाम् एतत् कर्म प्रधानदेवताभ्यो मालूम है अरे ठीक है यार, मालूम है। जाओ जाओ जाओ, अरे ठीक है जाओ, अरे जाओ यार, जाओ जाओ जाओ। इस वक्त आप देख रहे हैं ये जो अद्भुत योग बना है। आज मध्याह्न में लगभग 12:30 बजे अयोध्या में മറ്റ് ചടങ്ങുകൾ കൂടി പൂർത്തിയാവുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ യോഗി ആദിത്യനാഥിനെ കൂടെ കാണാം. യോഗി ആദിത്യനാഥ്, RSS സർസംഘ ചാലക്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആനന്ദിബെൻ പട്ടേൽ, എല്ലാവരെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ പ്രധാന